പാലക്കാട്ടേക്കാണ്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അല്പസമയം മുൻപ് പ്രേക്ഷകർ കണ്ടതാണ്. ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും നടക്കുന്ന കസ്റ്റഡി മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രകടനം. പാലക്കാടും കൊല്ലത്തും സമാന്തരമായി പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അതിൽ പാലക്കാട്ടെ പ്രതിഷേധം അക്രമാസക്തമാവുകയും അവിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ശ്രീകുമാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീത്തെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അതെ ക്രിസ്റ്റീന, അല്പസമയം മുൻപാണ് ഈ മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ജിംഷാൽ ജിന്നാസ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം പ്രവർത്തകർ ഏതാണ്ട് 80ഓളം വരുന്ന പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. പ്രവർത്തകർ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിക്കുമായിരുന്നത്. വീണ്ടും പ്രവർത്തകർ ചിലർ പോലീസ് വലയം ഭേദിക്കാൻ അപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ പോലീസ് പരമാവധി സംയമനം പാലിച്ചു. വനിതാ പ്രവർത്തകരെ അടക്കമുള്ള ആളുകൾ തൊട്ടപ്പുറത്തെ മേഖലയിലേക്ക് ചാടിക്കടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ജലപീരങ്കി വീണ്ടും പ്രയോഗിക്കാൻ പോലീസ് ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജലപീരങ്കി വീണ്ടും പോലീസുമായി വലിയ സംഘർഷം ആ മേഖലയിൽ നടക്കുന്നുണ്ട്. പോലീസ് അവരെ തടയുകയാണ്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകില്ല എന്നൊരു നിലപാടിലേക്ക് ഉറച്ചു നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ജയഘോഷ്. അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കൾക്കൊക്കെ തന്നെ ഈ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. വനിതാ പ്രവർത്തക അടക്കം KSUവിന്റെ പ്രവർത്തകയാണ് അവർ അടക്കം അപ്പുറത്തോട്ട് ചാടിക്കടക്കാനുള്ള ശ്രമമാണ് ഒരു മേഖലയിൽ നടത്തുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ ബന്ദോബസ്ത് അല്ലെങ്കിൽ പോലീസ് സാന്നിധ്യം മേഖലയിലുണ്ട്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുക. പോലീസ് പ്രവർത്തകരെ തടയുകയാണ്. അപ്പുറത്തോട്ട് പ്രവർത്തകർ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു. പോലീസ് പ്രവർത്തകരെ പൂർണ്ണമായി തടയുകയാണ്. ഇതിലധികം പോലീസുകാർ തൊട്ടപ്പുറത്തെ മേഖലയിലുണ്ട്. അവർ ആ മേഖലയിലേക്ക് അവരുടെ ഷീൽഡ് വെച്ച് അത് തടയുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പുറത്തെ മേഖലയിലേക്ക് പോലീസ് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ പ്രവർത്തകർ നടത്തുന്നത്. പോലീസ് പൂർണ്ണമായി തടയുകയാണ്. ഇപ്പോൾ ഒരു തവണ അവർ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള ആളുകൾ അപ്പുറത്തോട്ട് ചാടിക്കടക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ജിംഷാൽ ജിന്നാസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. സ്വാഭാവികമായി വീണ്ടും ജലപീരങ്കി പ്രയോഗമാണ് നടക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ മേഖലയിലേക്കും പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം വരുന്നുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ഒരു കാരണവശാലും കൂട്ടാക്കുന്നില്ല. അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി മുന്നോട്ട് വാഹനമെടുത്ത് ആ മേഖലയിലുള്ള പ്രവർത്തകരെ കൂടി ജലപീരങ്കി അടിച്ച് ഓടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പോലീസിന് നേരെ വടികളടക്കം വലിച്ചെറിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അവർക്ക് അപ്പുറത്തോട്ട് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാരിക്കേഡ് ഭേദിക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അപ്പോഴേക്കും പ്രവർത്തകർ കൂട്ടമായ രീതിയിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. എല്ലാ മേഖലയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അവരെ ഒരു മേഖലയിലേക്ക് മാത്രമായി ചുരുക്കാൻ പോലീസിനെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ജലപീരങ്കി ഏതാണ്ട് 80ഓളം വരുന്ന പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായി അവർ അത് ഈ ജലപീരങ്കി പ്രയോഗത്തോടുകൂടി കുറച്ച് അപ്പുറത്തേക്ക് അവരെ മാറ്റാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ബാരിക്കേഡ് മറികടക്കാനുള്ള നീക്കമാണ് ഒരു മേഖലയിൽ നടക്കുന്നത്. കൊടികെട്ടിയ കമ്പുകളും പൈപ്പുകളും അടക്കം വീണ്ടും പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അപ്പുറത്തോട്ട് ചാടിക്കടന്ന് പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം MLA മണ്ഡലമാണ്. സ്വാഭാവികമായി അദ്ദേഹം മണ്ഡലത്തിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം വരാത്തൊരു സാഹചര്യമുണ്ട്. അതടക്കം വലിയ തോതിലുള്ള പ്രതിരോധം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മാർച്ച് കൂടി നടക്കുന്നത്. ചില പ്രവർത്തകർ ചാടുന്നതിനിടയിൽ വീഴുന്നു. ഒരു പ്രവർത്തകർ ബാരിക്കേഡ് അഴിച്ചു മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. ബാരിക്കേഡ് കെട്ടിയ ആ കയർ പൂർണ്ണമായി അഴിച്ചു മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസിനെ പരമാവധി പോലീസിന് നേർക്ക് പ്രവർത്തകർ ചെല്ലുന്നുണ്ട്. പക്ഷേ പോലീസ് ഒരു ലാത്തിച്ചാർജ് എന്ന ഘട്ടത്തിലേക്ക് പോലീസ് തയ്യാറായിട്ടില്ല. പൂർണ്ണമായ കെട്ടിയ വടം പൂർണ്ണമായി അഴിച്ചു മാറ്റുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തൊട്ടപ്പുറത്തെ ഒരു മരത്തിൽ, ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരത്തിലാണ് ഈ ഒരു ഒരു തേക്ക് മരത്തിലാണ് വടം കെട്ടിയിരിക്കുന്നത്. അത് പൂർണ്ണമായി അഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വനിതാ പ്രവർത്തക അടക്കമുള്ള ആളുകൾ നേരിട്ട് ഈ ഒരു കെട്ടഴിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 80ഓളം വരുന്ന പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവർ ഒരു ഘട്ടത്തിൽ പോലും 2 തവണ ജലപീരങ്കി പ്രയോഗം നടത്തി. പക്ഷേ പിന്നീട് പിരിഞ്ഞു പോകാൻ അവർ തയ്യാറായിട്ടുണ്ട്. അതിലെ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ ബാരിക്കേഡ്
മറിച്ചിട്ടാൽ തൊട്ടപ്പുറത്ത് വലിയ സന്നാഹങ്ങളുണ്ട്. അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത് വടം അഴിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ്. കാരണം പോലീസുകാർ ഏതാണ്ട് രാവിലെ 10 മണി മുതൽ അല്ലെങ്കിൽ 11 മണി മുതൽ ശ്രമകരമായാണ് ഈ വടം ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. അതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, 80ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണുള്ളത്. അവർ അത് പൂർണ്ണമായി അഴിച്ചു മാറ്റുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതിശക്തമായ സമരം ഇനിയുണ്ടാവും. അതിശക്തമായ സമരം. ഞങ്ങളുടെ സഹപ്രവർത്തകനെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത്, ക്രൂരമായിട്ട്. അത് ഏതുവരെയും ഞങ്ങൾ പോകും, ഏതുവരെയും പോകും. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിശക്തമായ സമരമാണ്. പോലീസുകാർ ഒരു പ്രൊവോക്കേഷൻ പോലീസുമായി വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ അത് അഴിച്ചെടുത്താൽ മാത്രം പോരാ. തൊട്ടപ്പുറത്തെ ഒരു ഇലക്ട്രിക് പോസ്റ്റിലും അത് വെച്ചിട്ടുണ്ട്. ആ ഒരു വടം കയർ കെട്ടി വെച്ചിട്ടുണ്ട്. ആ കയർ കൂടി അഴിക്കാതെ യാതൊരു രക്ഷയുമില്ല ഈ ബാരിക്കേഡ് മറിച്ചിടാൻ. കാരണം അത്രമാത്രം പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. കൂടുതൽ 80ഓളം വരുന്ന പ്രവർത്തകരാണ് ഉള്ളത്. സ്വാഭാവികമായി അത് കെട്ടഴിച്ചതിനു ശേഷം വലിയ തോതിൽ പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിടുക എന്ന ലക്ഷ്യമാണ് അവർ നടത്തുന്നത്. പോലീസുമായി വീണ്ടും സംഘർഷത്തിൽ ഏർപ്പെടുന്ന കാഴ്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, KSUവിന്റെ പ്രവർത്തകർ അടക്കമുള്ള ആൾ ജീവിതത്തിൽ ഇന്നവരെ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ 3 വർഷം മുന്നേ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഗുണ്ടകൾക്ക് ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ലഹരി മാഫിയക്ക് ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇവിടുത്തെ പെൺവാണിഭക്കാർക്ക് ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? സാധാരണക്കാരനും നിഷ്കളങ്കരായിട്ടുള്ള ചെറുപ്പക്കാരെ ചോദിക്കാനും പറയാൻ ആളില്ലാന്ന് വിചാരിച്ച് ആക്രമിച്ചാൽ നോക്കി നിൽക്കാൻ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജിംഷാദ് ജിന്നാസ്, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ സദ്ദാം ഹുസൈൻ അപ്പുറത്തോട്ട് ചാടിക്കഴിഞ്ഞു. സദ്ദാമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റൊക്കെയായ നിയോജകമണ്ഡലം പ്രസിഡന്റൊക്കെയായ സദ്ദാം ഹുസൈനെ പോലീസ് തൊട്ടപ്പുറത്തെ മേഖലയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. സൗത്ത് സ്റ്റേഷനിലെ വനിതാ SI ആ മേഖലയിലുണ്ട്. വനിതാ പ്രവർത്തകർ എന്തായാലും തൊട്ടപ്പുറത്തോട്ട് ചാടിക്കിടക്കുമെന്ന ആശങ്ക പോലീസിനുള്ളതിനാൽ കൂടുതൽ വനിതാ പ്രവർത്തകരെ വീണ്ടും അവിടെ വന്ന പ്രവർത്തകർ അപ്പുറത്തോട്ട് ചാടിക്കടന്ന പ്രവർത്തകരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടുതൽ പ്രവർത്തകർ അപ്പുറത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്യുക എന്ന ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോലീസ് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു മർദ്ദനം അല്ലെങ്കിൽ ലാത്തി ചാർജ് എന്ന തരത്തിലേക്ക് പോകേണ്ടതില്ല. കാരണം പോലീസ് സേന വലിയ തോതിലുള്ള പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായി ഇത്തരത്തിലൊരു ലാത്തി ചാർജ് കൂടി വന്നു കഴിഞ്ഞാൽ അത് സേനയ്ക്ക് കൂടുതൽ കളങ്കമാകും, ആഭ്യന്തര വകുപ്പിന് കൂടുതൽ കളങ്കമാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ലാത്തി ചാർജ് എന്ന തരത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. പാലക്കാട്ടെ SP ഓഫീസിലേക്കാണ് ഏതാണ്ട് 100ഓളം വരുന്ന അല്ലെങ്കിൽ 80ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തിയത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പാലക്കാട് നടക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. പലതവണ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അവിടെ ഇപ്പോഴും പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.